കിച്ചൺ മാജിക്. മത്സരാർത്ഥികളുടെ മാർക്കറ്റിലെ ഷോപ്പിംഗ് വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. വളരെ രസകരമായ അനുഭവമായിരുന്നു അവർക്കും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും. ഇനി അത് മാത്രമല്ല നമ്മൾ കണ്ടത്, പിന്നെന്താണ്, അവരുടെ വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന കാഴ്ചയും കണ്ടു. എൻ്റർടൈൻമെൻറ്റ് സോണിലെ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത 5 മത്സരാർത്ഥികൾ തയ്യാറായി നിൽക്കുകയാണ്. അവരും മാർക്കറ്റിലേക്ക് പോകുന്നു, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു. ഇനി ആ 500 രൂപയ്ക്ക് ആ ബഡ്ജറ്റ് അനുസരിച്ച് അവർ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് കാണാം. അത് കഴിഞ്ഞ് അവരുടെ പാചക വിശേഷങ്ങളും എൻ്റർടൈൻമെൻറ്റ് സോണിലെ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ വിശേഷങ്ങളും കാണുക, ആസ്വദിക്കുക. എനിക്ക് കാക്കിലെ സവാളാണ്. എനിക്ക് വെളുത്തുള്ളി കുലുങ്ങനുണ്ട് 50 അതുപോലെ ചേട്ടാ. ആ വെള്ള കളറിലെ തേങ്ങ വാങ്ങിച്ചു. മസാല, ഗരം മസാല പൗഡർ, ഉപ്പ് വേണം. കുടംപുളി ഉണ്ടോ? മല്ലിപ്പൊടി പിന്നെ എണ്ണ വേണം. എണ്ണ, വെളിച്ചെണ്ണ. ചെറിയത് മതി കേട്ടോ. എത്രയോ? ഇത്രയും പൈസ ഇത്രയും 170 രൂപ. 170. എനിക്ക് വേണ്ട. എനിക്ക് കടുക് വേണം. കടുക് 150. എൻ്റെ ഇത് എടുത്തിട്ട് ബാലൻസ്. കടുകും ഉലുവയും വേണേ. ആണോ? എനിക്കൊരു ഇവിടെ ബീഫ് എവിടെ കിട്ടും? ബീഫ് വേണം എനിക്ക്. ഏതാ മേടിക്കണേ? എന്താ? നെയ്മീൻ കറിയാണോ? അപ്പോൾ കിട്ടും. ഗോതമ്പ് അപ്പോൾ ഇതിനകത്ത് 10 രൂപ അങ്ങോട്ട് തരയില്ല. കുഴപ്പമില്ല അല്ലേ? വേണമായിരുന്നു. അപ്പോൾ ഞാൻ പച്ചവളവും മേടിച്ചിട്ട് അങ്ങോട്ട് തരാം. ഇത് കീറിയതാണോ? വേറെ എടുത്തില്ലെങ്കിൽ എൻ്റെ പൈസ പോകും. അത് ചിലപ്പോൾ ഇനി ഒന്നും അങ്ങോട്ട് തരാനില്ല കേട്ടോ. പോട്ടെ, ഇനി പച്ചക്കറി മേടിക്കാം. കഴിഞ്ഞില്ലേ? ഞാനും വരട്ടെ. കഴിഞ്ഞില്ലേ? ചില്ലറ. ഓ, ബാക്കി തന്നില്ലേ? അത്ര 70. നല്ല കമ്മലൊക്കെ ഉണ്ട്. ബാക്കി പൈസ കമ്മൽ മേടിച്ചാലോ? കറിയിലിടാൻ. ബാക്കി പൈസ ഉണ്ടാവാൻ പാടില്ല. എന്ത് മേടിച്ചാലും കുഴപ്പമില്ല. കമ്മൽ മേടിക്കാം, മാലയൊക്കെ മേടിക്കാമായിരുന്നല്ലേ? ഇട്ടാൽ മതിയല്ലോ. എല്ലാം ഉപയോഗിച്ചാൽ മതിയല്ലോ. കമ്മലിട്ടാൽ പോരാ. അപ്പോൾ ആ കമ്മലിട്ട് ഞാൻ ബാക്കി പൈസ എനിക്ക് കുറച്ചുണ്ടാവും. അപ്പോൾ ഞാൻ 2 കമ്മൽ മേടിക്കാം. എന്നിട്ട് ഞാൻ ആ കമ്മലിട്ട് അഭിനയിച്ച പോരെ? അയ്യോ ചേട്ടാ, സമയം പോകണം, പെട്ടെന്ന് വാ. എവിടെ? അയ്യോ വന്നോ ചേട്ടൻ? മായ വേണം. ചേച്ചി പച്ചമുളക് ഉണ്ടോ? തക്കാളി 150 അല്ല 50. എനിക്ക് ഒരു 1/4 കിലോ തക്കാളി തരുമോ? 50 പച്ചമുളക്, ഒരു 50 ഇഞ്ചി. ഒരു 50 ഇഞ്ചി വേണം. ഇഞ്ചി എത്ര രൂപയാ ചേച്ചി? കറിവേപ്പില ഒരു ഇച്ചിരി തരാമോ? അതിന് പൈസ വേണ്ടല്ലോ. കുറച്ച് മതി, ഇച്ചിരി മതി.
എല്ലാവരും ഒരുമിച്ചിരിക്കാം, അപ്പോൾ ഒന്നിച്ച് മേടിക്കാം. ബീഫ് എവിടെ കിട്ടുക? അയ്യോ, എനിക്ക് പുട്ടുപൊടി വേണം. എത്രയാ? എത്രയാ? ഇതാ 10 രൂപ ഇല്ല. ഇല്ല, നാളെ തന്നെ മതിയോ? ഈ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടോ? ഒരെണ്ണം. അത് എല്ലാം കൂടി മതി 50. ഓരോ ലെവലിൽ എത്തിക്കൊണ്ടിരിക്കും. എല്ലാം കൂടി 50 ഗ്രാം മതി. അത്രയും വേണ്ട എനിക്ക്, അതുകൊണ്ടാണ്. ഇത് നല്ല ബീഫാ അല്ലേ? ഇതിന്ന് തരുമോ? 1/2 കിലോ തരുമോ? 1/2 കിലോട്ട് തരുമോ? 1/2 കിലോട്ട് തരുമോ? എന്ത് വിലയാ? അപ്പോൾ 1/2 കിലോ 100. 1/2 കിലോ കുറച്ചും കൂടെ അധികം തരുമോ? 1/2 കിലോ എടുക്ക്. എന്നില്ല ആകെ ഇത്രയും പൈസയേ ഉള്ളൂ. ആ കട്ട് ചെയ്ത് എവിടെ? ഒരുപാട് ചെറുതാക്കണ്ട, അത്ര മതി. അത്ര മതി. അത് എത്ര രൂപയാവും ഇതിന്? അല്ല, കുറച്ചും കൂടെ ഇതാ. 30. ചേച്ചി മീൻ എന്തുമില്ല? പീസാക്കി തരില്ലേ? കറിക്കാണോ? എനിക്ക് കട്ട് ചെയ്ത അത് എല്ലാവരും ഭംഗിയില്ല കാണാൻ. എനിക്ക് ഇതിന് മതി. എനിക്ക് മുള്ള് വേണ്ട. അത് ഭയങ്കര മുള്ളല്ലേ? അത് വേണ്ട. ഇത്ര മീൻ 225 രൂപ. അയ്യോ, എനിക്ക് 250 രൂപയ്ക്കായിട്ട് വേണം. നോക്കട്ടെ, ബാലൻസ് എത്രയുണ്ട്? 20, 30, 40, 50. അതങ്ങനെയാ, മേക്കപ്പ് ഒക്കെ ഇല്ല. അതിൻ്റെ സ്പീഡാവണേ. കൈ മുറിക്കണ്ട, ഇനി ആ മാംസം കുറച്ച് മതി. ഒരു പാട്ട് പാടോ? ഇത് പാവാടല്ലേ, ചുരിദാറാ? ഓർക്കെ പാട്.
അല്ലെങ്കിൽ ഇപ്പോഴെന്താ അറിയമുറ്റിയ കണ്ണ കുറ്റിക്കടി കൊള്ളും കേട്ടോ. ആന്റി കാമൂന്നിട്ട് പടിയണ്ട. അലിയനറിഞ്ഞാൽ അത് മൊത്തം മാറിയാണ് ഓടിപ്പോയി കരിയെഴുതി അന്തരിച്ചൊന്ന് ആലിയിട്ടു ആരിങ്ങാണ് ഓടിപ്പോയേക്കാം. പാട്ട് പാടുമ്പോഴും ട്രിവാൻഡ്രം സ്ലാങ് അല്ലേ? പാട്ട് പാടുമ്പോഴും ട്രിവാൻഡ്രം സ്ലാങ് അല്ലേ? കാന്താരി അല്ലേ? എരി എരി പഠിച്ചാ പാട്ട്? ഇത് വെക്കാൻ മറക്കല്ലേ? പാട്ട് പഠിച്ചോ? ഈ പാട്ട് പഠിച്ചു വെച്ചോ? ഇതിന്റെ തൊലി ചെത്തണ്ടേ? ഈ തൊലി കളയണ്ടേ? ചിരിക്കുമ്പോതും പല്ലഴക് നീ പാക്കുമ്പോതും കണ്ണഴക് നീ ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണോ? ശരിക്കും ഞാൻ അങ്ങനെ നിങ്ങളെ കണ്ടു പാടി. ഓ എനിക്ക് വയ്യ. മതിയാ? 250 രൂപയ്ക്ക് ഒരു വട്ടിക്ക് ഒരു വട്ടിയൊന്നുമില്ല. കപ്പ് ആന്റി ഇത് കൊള്ളത്തില്ല, അതുകൊണ്ട് വെട്ടിയിടാൻ. ഇത് ഫ്രീ. ഫ്രീ ഒന്നുമല്ല, നേരത്തെ ആന്റി വെട്ടിയത്. പൈസ എവിടെ നടക്കും? 500 രൂപ. കടം ഇത് കറക്റ്റ് 500 രൂപ. എന്റെ ആയി. വെറുതെ തരുമോ? വെറുതെ എങ്ങനെ വരാം? വെറുതെ പൈസ ഇല്ല. നമ്മളെ നമ്മൾ ജീവിക്കാൻ നടക്കുന്നില്ല. നമ്മളെ ഇല്ല. ഓഹോ, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുവാണ്. സർപ്രൈസ് ആയിരുന്നല്ലേ? അയ്യോ, ഒരു ഒന്നൊന്നര സർപ്രൈസ്. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ അറിയാൻ മേലാത്ത സാധനം പറയാൻ പോവായിരിക്കും അതാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നല്ല ഭാഗ്യമായില്ലേ? രസമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെ ഉണ്ടാക്കാം. ഒളി തിങ്സ് നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അല്ലേ? അതെ അതെ. ഞാൻ എപ്പോഴും മാർക്കറ്റിലൊക്കെ എപ്പോഴും പോകുന്ന ആളാണ്, പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് അല്ലേ? മക്കൾക്കെല്ലാം വലിയ 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 സ്ട്രെയിൻ ഇല്ലായിരുന്നു അല്ലേ? 500 വില രൂപ പേശിക മേടിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ എന്താ പ്ലാൻ ചെയ്ത് വാങ്ങിച്ചത്? ഞാൻ വിചാരിച്ച് ബിരിയാണി പുട്ട്, വെറൈറ്റി ഓഫ് പുട്ട് അല്ലേ? തരം പുട്ട് സ്പെഷ്യൽ. എന്തിറച്ചിയാണ് യൂസ് ചെയ്യുന്നത്? ബീഫാണ് യൂസ് ചെയ്തത്. ബീഫാണ് യൂസ് ചെയ്തത്. അപ്പോൾ 500 രൂപ ആയോ? ഞാൻ മട്ടനൊക്കെ മേടിക്കുമെന്ന് വിചാരിച്ചു. മട്ടൻ ബീഫ് മേടിച്ച് ഇത്ര വാങ്ങിച്ചപ്പോൾ 500 രൂപ ആയോ? ഇല്ല ഇല്ല ഇല്ല. ബീഫ്, പുട്ടുപൊടി, പിന്നെ അതിൻ്റെ മസാല എല്ലാം, തേങ്ങ എല്ലാം തേങ്ങ, പിന്നെ പപ്പടം, പിന്നെ ഒരു കട്ടൻ ചായ ഇടണം, അതിനൊരു കുറച്ച് തേയില എല്ലാം പ്ലാൻ ചെയ്തു. എത്ര പിന്നെ മട്ടൺ ഐ മീൻ ബീഫാണ് വാങ്ങിച്ചത്? എത്ര കിലോ? 3/4 കിലോ. അതാണ്. ഒരു പക്ഷേ 1/2 കിലോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൈസ. 500 രൂപയിൽ എത്ര വിഭവസമൃദ്ധമായിട്ട് നമുക്ക് പുട്ടും മാത്രമല്ല, പ്ലാൻ ചെയ്യാം. കറി ഉണ്ടാക്കണം, ഫ്രൈ ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ അരിപ്പൊടി കൊണ്ട് പിടിയുണ്ട്, അതൊക്കെ ഉണ്ടാക്കാൻ പോവാണോ? പിടിയുണ്ട്. നിഷ ഏതായാലും 2 കൽപ്പിച്ചാണ്. ഈ ഒരു സിമ്പിൾ 500 രൂപയിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെ. മേടിക്കും. ഓക്കെ, കാണാം. സർപ്രൈസ് റൗണ്ട്
കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഞങ്ങൾക്ക് ഇന്ന് സർപ്രൈസ് റൗണ്ടാണ്, കേട്ടാണല്ലോ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് കിട്ടിയ ഐഡിയ ആണ് എന്താ 500 രൂപയ്ക്ക് മേടിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി മനസ്സിലൊന്നും വേണ്ട, ബിരിയാണി പുട്ടാക്കാമെന്ന് വെച്ചു. ബിരിയാണി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഒരു ബിരിയാണി പുട്ട്, പുട്ടുപൊടി, പിന്നെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ബീഫാണ് ഇടാൻ. ബീഫ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്താൽ. പിന്നെ ഇവിടെ നിന്നാണ് ക്യാഷ് തരുന്നതെങ്കിൽ പോലും അത് ഞങ്ങളുടെ ക്യാഷാണല്ലോ, ഞങ്ങൾക്കൊന്നും കഴിയുമ്പോൾ ഞങ്ങളുടെ ക്യാഷാണല്ലോ. അപ്പോൾ ഞങ്ങളെ 500 രൂപയിൽ നിന്ന് ഞാൻ 500 രൂപ മുടക്കിയിട്ട് 1 രൂപ പോലും എനിക്ക് ബാലൻസ് ഉണ്ടായില്ല. കറക്റ്റായിരുന്നു. 10 രൂപ ബാലൻസ് ഒന്നും ഞാനതിന് പുതിനയില മേടിച്ചു. അങ്ങനെ അതും തീർന്നു. അപ്പോൾ നമുക്കിപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയമില്ല. ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ദേ ചട്ടി ചൂടായി. ഇനി ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണേ. അതിലേക്ക് ഞാൻ ദേ സവാള ഇവിടെ വെച്ചിട്ടുണ്ട്. സവാള ഇടുകയാണ്. ഏത് ഇഞ്ചി കഷ്ണം വേണം. ഇപ്പോൾ ബിരിയാണി പുട്ടിനുള്ള സവാള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പുട്ടേ ശരിയാക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സവാള വാടി അതിലേക്ക് ഇനി കുറച്ച് തക്കാളി ഇട്ടു. ഇനി നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിലേക്ക് ഇടുകയാണ്. കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. എണ്ണ കുറവാണ്. ഞാൻ സീരിയസാണ്. പുട്ടിൻ്റെ സീരിയസിലേക്ക് പോയി. സോറി. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ കടയിൽ പോയപ്പോഴേ, മാർക്കറ്റിൽ പോയപ്പോഴേ നല്ല രസമായിരുന്നു. കാരണം ഞാൻ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോയി ഞാൻ ഫിഷൊക്കെ മേടിക്കാറുണ്ട്. ഞങ്ങളവിടുത്തെ മാർക്കറ്റിൽ പോയി ഞാൻ ഫിഷ്, വെജിറ്റബിൾസ് എല്ലാം മേടിക്കും. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ 500 രൂപ കറക്റ്റ് പൈസ കൊണ്ട് മേടിക്കില്ല, അങ്ങനെ ഒരു ശീലം ഇല്ല. എന്നാലും വീട്ടിൽ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പിശുക്ക് സാധനങ്ങൾ മേടിക്കും. ഇന്നാണെങ്കിൽ ഇറച്ചി മേടിക്കാൻ പോയപ്പോൾ ക്യാഷ് കുറച്ച് എല്ലാം വാങ്ങി. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി എല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഇറച്ചി വാങ്ങാൻ പോയത്. ബീഫാണ് വാങ്ങാൻ പോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് കുറവായിരുന്നു. 140 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളേ. അപ്പോൾ 140 രൂപയ്ക്ക് ഇറച്ചി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 1/2 കിലോ ഇറച്ചിക്ക് 100 രൂപയേ ഉള്ളൂ, ബാക്കി ഈ പൈസയ്ക്ക് കുറച്ചും കൂടി ഇട്ടുതരാമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ 3/4 കിലോ ഇറച്ചി എനിക്ക് തന്നു. ഞാൻ 40 രൂപയ്ക്ക് എനിക്ക് കുറേ ഇറച്ചി കിട്ടി. അപ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് കുറച്ചേ ഉള്ളൂ എങ്കിലും നമ്മൾ സ്നേഹത്തോടെ ചോദിച്ചാൽ, അതായത് മര്യാദയോട് കൂടി ചോദിച്ചാൽ വിൽക്കുന്ന ആൾക്കാർ, അത് വിൽപ്പനയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ച് സൗമ്യത ഉണ്ടെങ്കിൽ, കുറച്ച് പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ ആരോട് ഇടപെട്ടാലും, എത്ര ശൗര്യത്തോട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അവരൊന്ന് താഴും. അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് 500 രൂപയ്ക്ക് എനിക്ക് ഇത്രയും സാധനം മേടിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മീൻസ് 500 രൂപയ്ക്ക് നമ്മൾ പുട്ടും കറിയും, പുട്ട് മാത്രം ഉണ്ടാക്കാതെ പുട്ടിൽ കൂടുതൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാമെന്ന് അറിയണേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബിരിയാണി പുട്ടുണ്ടാക്കാം. എന്നിട്ട് ബാക്കി കുറച്ച് ഇറച്ചി കൂടി ഉണ്ടാവുമല്ലോ, അത് വെച്ച് എന്തെങ്കിലും ചെയ്യണം. ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു ബീഫ് കറി. അപ്പോൾ ഇതൊരുവിധം ഒരു പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടണം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ശേഷം മുളക് പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി ലേശം ഇടണുള്ളൂ, കാരണം കുരുമുളക് അധികം വേണ്ട ഇതിന്. ഇളക്കിയതിന് ശേഷം കുറച്ച് മസാലപ്പൊടി, ഗരം മസാല പൗഡർ, എന്നിട്ട് നമുക്ക് ഈ മല്ലിയില, കറിവേപ്പില ഇതൊക്കെ അങ്ങ് ഇടാം. അപ്പോൾ അത് കരിയാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബീഫ് ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്. ബീഫ് വെന്തു. അപ്പോൾ ഞാൻ ഈ ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് നമുക്ക് കറി വെക്കാൻ എടുക്കാമല്ലോ.
ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, കാരണം അത് ബിരിയാണി പുട്ടാണ്. അപ്പോൾ കുറച്ച് വലുതാക്കിയ ഇറച്ചി ഇട്ടിരിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കോട്ടെ. ലേശം ഉപ്പും കൂടെ ആവാം. ഒരു ലേശം ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക, കാരണം ആ ഉപ്പൊന്ന് മിക്സ് ആവണം. ഇനി ഓക്കെ, ഉപ്പ് കറക്റ്റാണ്. ഞാനിവിടെ പുട്ടുപൊടിക്ക് വച്ചിട്ടുണ്ട്. കൈ ഒന്ന് വൃത്തിയായി കഴുകിക്കോട്ടെ. പുട്ടുപൊടിക്ക് ഞാനിങ്ങനെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ വർണ്ണിക്കാൻ പോവാണ്. കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാം ഇതിൽ. ഒരുപാടൊന്നും ഇടണില്ല, കുറച്ച്. നമ്മൾ ബിരിയാണി പുട്ടല്ലേ, അപ്പോൾ ഒന്ന് കുറച്ച് വർണ്ണമായി ആദ്യം നമുക്ക് നമ്മൾ നാളികേരം ഇടുകയാണ്. കുറച്ച് ഇത് ഇട്ടു, കുറച്ചുകൂടെ നാളികേരം വീണ്ടും ഇട്ടു. ഇനി നമ്മൾ പൊടി ഇടുകയാണ്. ഇനി കുറച്ചുകൂടെ നാളികേരം ഇടാം. കുറച്ച് മസാല വീണ്ടും ഇട്ടു. ഇനി കുറച്ച് നാളികേരം ഇട്ടു. ഇനി കുറച്ചുകൂടെ മാവിടാം. ഇനി മുകളിലേക്ക് ഇടാനില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു. അത് വേവട്ടെ. അപ്പോൾ ഞാൻ ഒരു ബീഫ് കറിയും കൂടി ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മാറ്റുകയാണ്. ബീഫ് കറിയല്ല, ശരിക്കും പറഞ്ഞാൽ ചെറിയ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചെറിയൊരു കറി. കുറച്ച് വെളുത്തുള്ളി അതിന് വേണ്ടി വേണം. അടുത്ത കറിക്കുള്ളത് പാൻ വെച്ചു. പുട്ടിനാവി വന്നല്ലോ, പുട്ടിനാവി വന്നല്ലോ. എന്നോട് കളിക്കല്ലേ ബിരിയാണി പുട്ടേ. അതുകൊണ്ട് നമ്മൾ ചട്ടി ഇവിടെ വെച്ചു. വേറെ ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു. നമ്മൾ സവാള, ഇഞ്ചി എല്ലാം ഇട്ടു. ബിരിയാണി പുട്ടാണ്, നല്ലോണം ആവി വന്നോട്ടെ. മുളക് പൊടി, ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ടു. അതിലേക്ക് നമുക്ക് ഇതൊരു എളുപ്പം കറിയാണ്. ബീഫ് ഇതൊരു ബീഫ് കറിയാണ്. നമുക്ക് ആ ബാക്കി വന്ന ബീഫ് കൊണ്ട് ഒരു കറി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. അത് നമുക്ക് ഈ കറി ഒന്ന് നോക്കിയതിന് ശേഷം ആവാം. ഉപ്പ് നോക്കട്ടെ. ഓക്കെ, ഒക്കെ മതി. അപ്പോൾ പുട്ടിന് ആവിയൊന്ന് നമ്മൾ പുട്ട് കുത്താൻ പോവാം. അപ്പോൾ പുട്ട് റെഡിയായി തുറക്കുകയാണ്. സെൽഫ് ചോയ്സാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പുട്ട്, പിന്നെ നെമ്മീൻ കറി. അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്.
ഇഞ്ചി വെളുത്തുള്ളി മുരിങ്ങയ്ക്ക ഇട്ടിട്ടുള്ള കറിയാണേ. മുരിങ്ങയ്ക്കായി പിന്നെ കറി ലീഫുണ്ട്, കറിവേപ്പിലുണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റും. ഇവിടെ ഇഞ്ചി ഇടുക, വെളുത്തുള്ളി, കരിമുകിൽ കാട്ടിലെ രജനി തന്റെ കനകാഭരണി കടത്തു വള്ളം യാത്രയായി കരയിൽ കണ്ടാ. ഞാൻ പറഞ്ഞ അവിടെ നിന്ന് അല്ല ചേച്ചി മാത്രമേ കേട്ടുള്ളൂ, ഞാൻ അങ്ങോട്ടൊന്നും കേട്ടില്ല. കരയിൽ നീ മാത്രമായി ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി. ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി. ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിയിടുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തന്റെ കടത്തു വള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കരയിൽ. ഇതാ റെഡിയായി തുടങ്ങി. അടുത്ത ടൊമാറ്റോ ഇടാം. കുറച്ച് വെള്ളം ചൂടാക്കാൻ. നല്ലത് എന്നെനിക്ക് തോന്നി ചൂടാക്കുന്നു. നമുക്കിതിൽ മസാല ഇടാം. ഞാനിത് 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടേ, കാശ്മീർ ചില്ലി പൗഡറാണ്. കളറിന് വേണ്ടി കുറച്ച് കളർ കിട്ടാൻ. വെള്ളം ഒഴിച്ചു. പുളി ആഡ് ചെയ്യാം. ഇത് വാഷ് ചെയ്ത് വെച്ചിട്ട് മീനാണ്. ഇത് നമുക്ക് അതിലിടാം. ഇത് തിളച്ചല്ലോ, എല്ലാം ആഡ് ചെയ്തു. നമുക്ക് മീനിടാം. നമുക്ക് വെന്തരേഷം ഉപ്പൊക്കെ ഇനി നോക്കാം.
മീനിൻ്റെയൊക്കെ പിടിക്കണ്ടേ, കടച്ചു കഴിക്കാം. ഉലുവ ഇറക്കണോ? ഉലുവ ലാസ്റ്റ് ഇതിൽ കുറച്ചിടണം. അത് വറുത്ത് വയ്ക്കാം, പൊടിച്ചിരിക്കാം. പുളി കുറവ് കുറച്ച് ഇടാം. ഉപ്പും കൂടി ഇടാം. ഉപ്പും ശകലം കുറവായിട്ട് എനിക്ക് തോന്നി. എല്ലാം ഉണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പുട്ടുണ്ടാക്കണ്ടേ, പുട്ടിൻ്റെ മാവൊക്കെ കുഴയ്ക്കണ്ടേ, അപ്പോൾ അതുവരെ അവിടെ ഇരുന്നു. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കണത്. കാരണം നമ്മൾ ഒരു പലഹാരത്തിന് വേണ്ട കറിയാണല്ലോ, ചോറിനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരിക്കും. ലേശം ഉപ്പ് കൂടെ ചേർക്കും. തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ ലേശം ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഉപ്പുട്ടിന് ആവി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ഒന്ന് കുത്തി മാറ്റട്ടെ. പുട്ട് വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ ഇടുക. അപ്പോൾ കറി ഞാൻ ബീഫ് കറി ശരിയാക്കി. ബിരിയാണിയോടൊപ്പം കറി വേണമെങ്കിൽ കുറച്ച് കറിയും ആവാം. ലേശം ഉപ്പ്.
ബിരിയാണിപ്പുട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ 2-3 പപ്പടം വറുത്ത് വയ്ക്കണം. പിന്നെ അതുകൂടാതെ കട്ടൻ ചായ അതും വയ്ക്കുന്നുണ്ട്. അത് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് കൊണ്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ വെച്ചാൽ ചൂട് പോകും. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് ഈ ബീഫ് ഫ്രൈ ഒന്ന് ശരിയാക്കി നോക്കാം. പിന്നെ ബിരിയാണി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ പുട്ട്, ബീഫ് തേങ്ങാപ്പാൽ കറി, ബീഫ് ഫ്രൈ ഇത്ര ശരിയാണ്. ഇനി ഇതിനൊപ്പം ഒരു കട്ടൻ ചായയും കുറച്ച് പപ്പടവും വരും. അത് ലാസ്റ്റ് കാണാം. നമ്മൾ ഫൈനലിൽ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഇവിടെ ഒഴിക്കാൻ പോകണം. ആ ഗോതമ്പ് വാട്ടയാണ്. അപ്പോൾ ഇത്രയും മതി. വെള്ളം ഇല്ല, ശരിക്കും വെള്ളം അധികം ഇല്ല. എന്നാലും ഇത് വേവിച്ചതിന് ശേഷം പിന്നെ ഒരു പണിയുണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പോകണേ.
ബഡ്ജറ്റ് റൗണ്ടിൽ അനിതയുടെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോൾ? ഇതൊക്കെ ഒരു 500 രൂപയ്ക്കകത്ത് 500 കറക്റ്റ് 500 500 റുപ്പീസിന് എന്തൊക്കെ വാങ്ങി? മീൻ വാങ്ങി, ഫിഷ് എന്ത് മീനാണ് വാങ്ങിച്ചത്? നെയ് മീൻ വാങ്ങി, മീൻ അപ്പോൾ ഇച്ചിരി വിലയുള്ള മീനാണ്, അതുകൊണ്ട് അതൊരു 1 കിലോ വാങ്ങി 250 രൂപ. 280 രൂപ. പിന്നെ അതിനുള്ള മസാല വാങ്ങി, കാര്യങ്ങൾ. പിന്നെ മാവ് വാങ്ങി, ഗോതമ്പ് മാവ്, അതിനുള്ള തേങ്ങ കറക്റ്റ്. ആദ്യമേ തന്നെ പുട്ട് ഫിഷ് കറി എന്ന് പ്ലാൻ ചെയ്തു അല്ലേ? ഓക്കെ. അതല്ലെങ്കിൽ അനിതയും ഒരു വീട്ടമ്മയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണല്ലോ. പിന്നെ ഒരു പക്ഷേ മീനല്ല വാങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വില കുറഞ്ഞൊരു മീനായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വാങ്ങാൻ പറ്റില്ല. ഇൻ കേസ് ഒരു 100 രൂപയുടെ എന്തെങ്കിലും മീൻ വാങ്ങിച്ചിട്ട് ബാക്കി ഒരു 150 രൂപ ബാലൻസ് വന്നല്ലേ അല്ലേ? അപ്പം വയ്ക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞു. അല്ല, ബാലൻസ് വയ്ക്കാൻ പാടില്ല, പക്ഷേ അതിനകത്ത് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം? ഇത് ഇത്രയും 1 മണിക്കൂർ കൊണ്ട് ഒരു ഫിഷ് കറിയും പുട്ടും ഉണ്ടാക്കുമ്പോൾ 1 മണിക്കൂർ തീരുമോ? സാധാരണഗതിയിൽ ഒരു മീൻ കറിയും പുട്ടും ഉണ്ടാക്കാൻ നമുക്ക് 1 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാം നമുക്ക്, അത്യാവശ്യം അല്ലേ? അല്ല, അത് ഓരോരുത്തരുടെ പ്ലാനിങ് ആണ്. പറഞ്ഞിട്ട് കാര്യം അനിതയ്ക്ക് ധാരാളം. ഓക്കെ, ശരി. ഒരിക്കൽ ആവി കയറ്റിയതാണ്. അതിൽ പൊടിച്ചിട്ട് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഈ വെള്ളം പോരായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആദ്യം കുറച്ച് വെള്ളം പോരായിരുന്നു, കുറച്ച് വെള്ളം. വീണ്ടും ഒന്നുകൂടി വെള്ളം തളിച്ച് കുറച്ചുകൂടി നമ്മൾ വെള്ളം നനച്ചിങ്ങനെ കുഴച്ച് വയ്ക്കുക. അതിൻ്റെ കൂടി തേങ്ങയും കൂടി ആഡ് ചെയ്യും. ഫിഷ് കറിയും പുട്ടും റെഡിയായി. ഇനി ഇത് ജഡ്ജസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാം. അവരിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ. ഓക്കെ.